നമ്മുടെ സോളാറിൻ്റെ പാനൽ വെക്കാനായിട്ട് വന്നത്. അപ്പം പാനൽ ജസ്റ്റ് നമ്മൾ റൂഫിലോട്ടൊന്ന് ഫിക്സ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാക്കിൽ ഒരു ഹോൾ അടിച്ച് വയറിങ് അകത്താക്കണം. അത് കഴിഞ്ഞിട്ട് അത് പഞ്ച് ചെയ്ത് അതിനകത്ത് ഒരു മെയിൽ ഫീമെയിൽ അഡാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം മെയിൽ ഫീമെയിൽ അഡാപ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ അന്ന് ചോദിച്ചില്ല നമ്മുടെ സുഹൃത്തുണ്ടല്ലോ ആരാണ്. അപ്പോൾ അവൻ വന്നായിരുന്നു, അവൻ്റെ നമ്പറുണ്ട്. അപ്പോൾ അവൻ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നും കൂടെ ഉള്ളവൻ ഫ്രീ. അതുകൊണ്ടാണ് ഇന്ന് മാക്സിമം കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇൻവേർട്ടറിനകത്ത് വയർ വലിച്ചും കൊടുക്കാം. അപ്പോൾ നോക്കട്ടെ നമുക്ക് പെട്ടെന്ന് മാക്സിമം എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികളൊക്കെ കൊടുക്കാം. ഏകദേശം നമ്മുടെ സോളാറാണെങ്കിൽ സോളാറിൻ്റെ വയർ ഇറക്കാൻ ഈ ഒരു വഴി കൂടെ ഇറക്കാം എന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിൻ്റെ ടെർമിനലിലൊന്നും കട്ട് ചെയ്ത് വിട്ടിട്ട് ഇതാണ് കട്ട് ചെയ്ത് വിട്ടത്. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്തൂടെ ഇറക്കിയിട്ട് അകത്ത് വെച്ച് തന്നെ ഈ സംഭവം ചെയ്യാമെന്നൊരു ഉദ്ദേശത്തില്ല. അകത്ത് വെച്ച് തന്നെ നമുക്ക് പുതിയ 2 ടെർമിനൽ അടിച്ച് സെറ്റ് ചെയ്യാമെന്നൊരു ഉദ്ദേശത്തില്ല. അതായത് നമ്മൾ ഈ ഇരിക്കുന്ന പീസിനകത്ത് ചെറിയ 2 ഹോൾ അടിച്ച് നമ്മുടെ 2 വയർ ഇറങ്ങുന്ന രീതിയിൽ മാത്രം. ഇത്രയും വലിയ സാധനമാണെങ്കിൽ ഇത്രയും വലിയ ഹോൾ അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ 2 വയർ ഇറങ്ങുന്ന രീതിയിൽ മാത്രം ഹോൾ അടിച്ച് അകത്ത് ഇറക്കിയിട്ട് ഇതേപോലത്തെ വേറെ 2 പീസ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ മേളിൽ ടൈം ലാപ്സ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടൊരു വാക്കില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. നല്ലൊരു വാക്ക് കിട്ടുന്നില്ല. അതുപോലെ നല്ല വെയിലും ഉണ്ട്. ക്യാമറ അതിനകത്ത് വെച്ചിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് ടൈം ലാപ്സ് കാണിക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. മാക്സിമം വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വേറെ നേരിട്ട് കാണിച്ചു കൊടുത്തേക്കാം പിള്ളേർക്ക്. ഓക്കെ അല്ലേ? സുഖമായിട്ട് കയറിപ്പോവും. അതായത് കറക്റ്റ് ആ വയറ് കയറാനുള്ള ഹോൾ അടിച്ചേക്കുന്നല്ലേ? 2 ഓക്കെ, ഹോളിച്ചടിക്ക് അളന്ന് മുറിച്ചടിച്ച് വെച്ചേക്കുക. അങ്ങനെ നമ്മുടെ സോളാർ പാനൽ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. വയറ് പോയേക്കുന്നുണ്ട്. വയറ് കറക്റ്റായിട്ട് ഇറങ്ങാൻ ഇവിടെ സിലിക്കോൺ അടിക്കണം. സിലിക്കോൺ ആണെങ്കിൽ ബാക്കി ഇൻറ്റീരിയർ വയറിങ് കഴിഞ്ഞിട്ട് നമുക്ക് സിലിക്കോൺ അടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം റിവേറ്റ് അടിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്നാൽ ഈ ഭാഗത്ത് നിന്ന് വെള്ളം ഇറങ്ങാനൊന്നും ചാൻസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതങ്ങ് ഉരുക്കി പിടിക്കുന്ന ടേപ്പാണ് വേണ്ട. അപ്പോൾ നമ്മൾ സോളാർ പാനൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആംഗിൾ വെച്ച് താഴെ മേളം റിവേറ്റ് അടിച്ച് വെച്ചേക്കുക. പിന്നെ വെള്ളം ഒന്നും നോക്കാം നമുക്ക്. ഓക്കെ, വണ്ടിയാണ് കുലിക്കുന്നത്. പാനലിൽ നിന്ന് അനക്കം പോലും ഇല്ല. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊലുക്കോ വല്ലതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ എല്ലാം പയ്യനെ കൂടെ വിളിച്ചിട്ട് ബാക്കി എന്താണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ കൊടുത്തു കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് വയറ് മേടിച്ച് കൊടുത്ത് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ട്രയൽ ഓടിച്ച് നോക്കാം. എന്നിട്ട് കുലുക്കോ പിടി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പോട്ടെ. അപ്പോൾ എഗെയിൻ ഡ്രീംസിന് ടാറ്റ. ആടാ കഴിച്ചങ്ങനെ നമ്മൾ സോളാർ വെച്ചിട്ടൊരു ചെറിയൊരു റൈഡൊന്നും അടിച്ചു നോക്കി. അപ്പോൾ ക്യാമറ എടുക്കാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സോളാറിൻ്റെ ഒരു കുഴപ്പമില്ല. അവനൊരു അനക്കവും ഇല്ല. നല്ല കുലുക്കി കാണിച്ചിട്ടുണ്ടോ? അനങ്ങുന്നില്ല. പാറ പോലെ ഇരിക്കുക. അത്രയ്ക്ക് നല്ല ഫിറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ വെള്ളം ഇറങ്ങുമെന്നുള്ള കാര്യം നമ്മൾ ഇറങ്ങത്തില്ല എന്നാണ് ഇതുവരെയുള്ള നിഗമനവും വിശ്വാസവും. അതിൻ്റെ മേലെ നമ്മൾ സ്റ്റാറിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതും കൂടെ ഇരിക്കുന്നതുകൊണ്ട് വെള്ളം ഇറങ്ങാനും ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉരുക്കി നല്ലവണ്ണം പിടിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തുനിന്നും സിലിക്കോൺ അടിച്ച് മുകളിൽ താറിൻ്റെ ഒരു ചെറിയ ലെയറുണ്ട്, താറിൻ്റെ അതും കൂടെ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഓൾറെഡി സിലിക്കോൺ വന്ന് റിബറ്റും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പിടുത്തത്തിലായിരിക്കും ഇരിക്കുന്നത്. വെള്ളം ഇറങ്ങാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഒരിക്കലും വെള്ളം ഇങ്ങനെ കുത്തിയൊന്നും കയറത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇതിന് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളും ഇല്ല. ഒരു എയർ പോകാനൊരു ചാലും ഉണ്ട്. വണ്ടി എയർന്ന് കട്ട് ചെയ്ത് വിടാനൊരു ചെറിയ ചാലും കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സോളാർ ഇരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ സോളാറിൻ്റെ വയറിന് അകത്തൂടെ നമുക്കിത് റൂഫ് പൊക്കി നിർത്തിയിട്ട് മറ്റേ പയ്യൻ വരുമ്പോഴത്തേക്ക് അവനെ കൊണ്ട്
നമുക്ക് ഡയറക്റ്റ് ഒരു 4SQ എമൗണ്ട്, അതായത് ഒരു 4ൻ്റെ വയറാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇൻവേർട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർട്ടർ ചാർജായി കിട്ടും. പിന്നെ ആ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിനി അവൻ വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അവനല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ട് വയറ് മേടിച്ചുകൊണ്ട് വന്ന് ബാക്കിയുള്ള പരിപാടികൾ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോളാറിൻ്റെ പരിപാടി ഈശി പൂശി അടിപൊളിയാകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ചെറിയൊരു വ്ളോഗായിരിക്കും, വേറെ ഒന്നുമല്ല, കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ സോളാർ എങ്ങനെ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള സംഭവം കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കണ്ടന്റിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ ആ സോളാറിൻ്റെ സ്ഥിരം പണി ചെയ്യുന്നൊരു പയ്യനാണ്. അപ്പോൾ അവനോട് നമുക്ക് സോളാറിൻ്റെ വിശേഷങ്ങളും കൂടെ തിരക്കിയിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം അല്ലേ. ഫാനൊന്നുമില്ല, ചൂടൊക്കെ ആയിരിക്കും നമുക്ക്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡയറക്റ്റ് വന്നേക്കുന്ന 2 വയറുകൾ, പോസിറ്റീവ് റെഡ്, നെഗറ്റീവ് ബ്ലാക്ക്. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ സോളാറിൽ നിന്നും വന്ന് ഇറങ്ങുന്ന വയറുകൾ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി നേരത്തെ കാണിച്ചായിരുന്നു, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ മെയിൽ ഫീമെയിൽ അഡാപ്റ്ററുകൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇതേപോലത്തെ പുതിയ മെയിൽ ഫീമെയിൽ അഡാപ്റ്റർ അതിനകത്ത് അടിച്ചിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത് നമ്മൾ ഇൻവേർട്ടറിലേക്ക് ഇന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു സോളാർ പാനൽ ഇൻസ്റ്റാളേഷനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ നമ്മളെ സുഹൃത്തിനോട് ചോദിക്കാം. തീർച്ചയായിട്ടും അവൻ അറിയാവുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടല്ലേ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷന് ഇത് അടിക്കുന്നത്, ഈ ക്ലിപ്പ് അടിക്കുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു ഭാഗമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഭാഗം. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചിലരൊക്കെ ഇതൊക്കെ പിടിച്ച് ചുരുക്കി പിടിച്ച് വലിച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കുന്നതേ ഉള്ളൂ ഈ സോളാറിൻ്റെ. ഓക്കെ, വലിച്ച് സംസാരിക്കണടാ. ഓക്കെ, നമുക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതാണെന്ന് പറഞ്ഞു. അതെ, മൾട്ടിമീറ്റർ വെച്ച് നോക്കാം തീർച്ചയായിട്ടും. സേഫ്റ്റി ഫസ്റ്റ് അല്ലേ. മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് നെഗറ്റീവ്, ഇപ്പം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ് വെച്ചിട്ട് നോക്കാം. 0.1 അറിയില്ല. ഓക്കെ, ഓക്കെ, 18.4 വോട്ട് അല്ലേ. ഓക്കെ, അത് കറക്റ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് ആദ്യമേ കണക്ട് അടിക്കാം. ഓക്കെ, കട്ട് ചെയ്ത് ഓക്കെ, അതിന്റെ സ്ലീവ് കട്ട് ചെയ്തോളെ. നമ്മൾ കോപ്പർ മാത്രം എടുത്തല്ലേ. ആദ്യമേ ഇതിനകത്ത് കോപ്പർ അല്ലേ വരുന്ന? ഇത് കോപ്പർ അല്ല, വേറെ മെറ്റീരിയലാണ്. ഓക്കെ, എന്നിട്ട് ഇതിനായിട്ടുള്ള പിന്നെന്ന് പറഞ്ഞു ഇത് പോസിറ്റീവിന്റെ പിന്നാണ്. ഓക്കെ, നോക്കട്ടെ ക്യാമറ കാണിച്ചേ. ഇതാണ് പോസിറ്റീവിന്റെ പിന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിറ്റീവിന്റെ ടെർമിനൽ. ഇതിനകത്ത് വരുന്ന കണക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. മെയിൽ ആയിരിക്കും അല്ലേ. ഇത് മെയിലായിരിക്കും. ഇത് ഇതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകും. ശരി, ഓക്കെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് ഒരാൾ പറഞ്ഞു തരുവാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഇതിന്റെ ഒരു ടൂൾ ഉണ്ട്, ക്രിമിൻ ടൂൾ ഉണ്ട് അല്ലേ. നമുക്ക് പ്ലെയർ വേണമെങ്കിലും വെച്ച് ചെയ്യാം. പ്ലെയർ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ. ആദ്യം നമ്മൾ ഇത് ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. ഓക്കെ, ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഇത് ഈ വയർ ഈ ടെർമിനലിനകത്തോട്ട് കയറ്റി വെക്കുക. ഓക്കെ, ഇത് വെക്കുക. അപ്പോൾ അവിടെ സെറ്റ് നമ്മൾ നമുക്ക് നല്ല രീതിയിൽ പക്കായിട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ജോയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് ഒന്നും പോകാത്ത രീതിയിൽ നല്ല രീതിക്ക് നമുക്കൊരു എനർജി ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് സാധനം കിട്ടും. ഓക്കെ, ഇത് നമുക്ക് പ്ലെയർ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിന്റെ ക്രിമിൻ ടൂൾ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്യും. അതാണ് പെർഫെക്റ്റ് അല്ലേ. ക്രിമിൻ ടൂൾ ഇത് നീ ഒരു വട്ടം പറഞ്ഞല്ലോ, ഇത് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സെറ്റപ്പ് വല്ലതും ഉണ്ടോ? ഇത് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ടെർമിനല്ല ഇത്. ഇതിനകത്തോട്ട് ഇത് നെഗറ്റീവ് പോർട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പം പോസിറ്റീവ് വെച്ച് അത് മാറി പോരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് വെച്ചൊരു ചെക്ക് ആക്കി കഴിഞ്ഞാൽ കയറി പോകും. ഡയറക്റ്റ് ഒന്ന് ഞെക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കാം. സൗണ്ട് കേട്ടില്ലേ? കേട്ട് ഒരു ക്ലിക്കോ എന്ന് പറഞ്ഞ ശബ്ദം കേട്ട് ഡയറക്റ്റ് മുറുക്കുക. ഇത് കഴിഞ്ഞു പോണേ കഴിയുമ്പോഴത്തേക്ക് പോസിറ്റീവ് കഴിയും. ഓക്കെ, എന്നിട്ട് നെഗറ്റീവ് നമ്മൾ ഇത് കണ്ടില്ല. ഓക്കെ, അപ്പൊ നെഗറ്റീവിന് ഇതേപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം. ഇത് ആദ്യമേ കട്ട് ചെയ്ത് ഇതങ്ങ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുകൂടെ കിടന്ന് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ്. അടുത്തത് കണക്ക് തന്നെ ചെയ്യും. നിന്റെ പേര് പിന്നെ ഞാൻ വിട്ടു കളിയാ. അഖിൽ. ഈ സത്യം പറയാ, എനിക്കൊരു ഒരു മറവി എന്നൊരു സ്വഭാവമുണ്ട്. പേര് മറക്കുക. അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. പേരുകൾ ഞാൻ മറന്നു പെട്ടെന്ന്. അപ്പം ചിലരിപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ നല്ല കമ്പനിയായിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മുഖം അറിയാം, എല്ലാം അറിയാം, പക്ഷെ ആളുടെ പേര് ഞാൻ മറന്നു. അതെനിക്ക് സ്ഥിരം കിട്ടുന്നൊരു പണിയാണ്. അപ്പം ചൂടുണ്ടല്ലോ എന്താ ഈ കറക്റ്റ് വെയിലിനടി കിടക്കുക ഈ ഒരു സംഭവം. പക്ഷെ താഴോട്ട് ചൂടടിക്കാം. അതിനനുസരിച്ച് പ്രാവശ്യം കിട്ടും. ഇതിൻ്റെ അകത്ത് കയറ്റി ക്രംബ് ചെയ്യുക. ഓക്കെ, പൊളിച്ച് അതും ഇപ്പഴക്കോ നല്ല ശബ്ദം കേൾക്കാം അല്ലേ. ഓക്കെ,
ഇനി ഈ വില്ലന്മാർ നമ്മുടെ അതിനകത്ത് കയറ്റി ഇതിനകത്ത് ഇട്ടാലേ നമുക്കിനി ചാർജ് കിട്ടത്തുള്ളൂ. ചാർജ് കിട്ടിയാലേ നമ്മുടെ പരിപാടികൾ നടക്കത്തുള്ളൂ. അതെ, ഈ സോളാർ കാണുമ്പോൾ എനിക്ക് അഭിലാഷ് ചേട്ടൻ്റെ ഓർമ്മ വരുന്നു. അഭിലാഷ് ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ആംടെക് പവർ സൊല്യൂഷൻസ്. അപ്പം ഈ ടെർമിനൽ രണ്ടും കറക്റ്റായി. കറുപ്പ് കറുപ്പിലോട്ടും ബ്ലൂ റെഡിലോട്ടും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് സ്ലീവ് കളയണം. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ഹോസിനകത്തൂടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ടെർമിനൽസ് എല്ലാം സെറ്റ് ചെയ്ത് വയറൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഓടി ഇൻവേർട്ടറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻവേർട്ടറിന് ചാർജ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അല്ലേ? ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മൾ താഴെ ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കൂടെ കൊണ്ടുവന്നു. ഓക്കെ. ഇൻവേർട്ടറിനകത്ത് ചെറിയൊരു തുളയിടേണ്ടി വരും. നമുക്ക് എന്തായാലും തുളയിടാം. ഏകദേശം അപ്പോൾ നമ്മളിനി ടെർമിനൽ കറക്റ്റായിട്ട് നോക്കി കൊടുക്കുവാണ്. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നമുക്ക് കൊടുത്ത്, ഇത് സോളാർ ഇൻവേർട്ടർ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സോളാറിനകത്ത് കൊടുക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടല്ലേ? ചില ഇൻവേർട്ടറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണത്തില്ല അല്ലേ? സോളാർ ഇൻവേർട്ടർ അല്ല, സാധാ ഇൻവേർട്ടർ എല്ലാം ഇതിനകത്ത് വരും അല്ലേ? ചാർജ് കൺട്രോളർ സെപ്പറേറ്റ് വേണ്ട, ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് അല്ലേ? ഓക്കെ. അപ്പം ഡയറക്റ്റ് കൊടുത്താൽ സുഖ പരിപാടിയാണ്. ഡയറക്റ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് തീരും. സിമ്പിൾ പരിപാടി നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ആ ഒരു ടെർമിനൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം കണ്ടപ്പോഴത്തേക്ക് സംഭവം എളുപ്പമായി. ഇത് ഇത്ര ഉള്ളല്ലോ പണിയെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്കും ഈ സംഭവം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിനി മേളിലത്തെ കണക്റ്റോടെ കൊടുത്തു കഴിഞ്ഞാൽ സോളാറിൽ നിന്നുള്ള ചാർജിങ് നടക്കും. ഓക്കെ, സിമ്പിൾ കഴിഞ്ഞല്ലേ? പിന്നെ ഡയറക്റ്റ് ഇതങ്ങ് കൊടുക്കാം അല്ലേ? ഓക്കെ. ടിസ്കോ ചാർജിങ് തുടങ്ങിയല്ലേ? ഇങ്ങോട്ട് കരാൻ തുടങ്ങിയല്ലേ? ചാർജിങ് കിടക്കുമ്പോഴത്തേക്ക് ചെറിയൊരു സൗണ്ട് വെക്കും. ഓക്കെ. എൻ്റെ ഫാൻ വർക്ക് ചെയ്യും. 0.8 ആംപിയർ എൻ്റെ ചാർജിങ് കറണ്ട് കാണിക്കുന്നു. 7.6. ഓക്കെ. അത്യാവശ്യം നല്ല വെട്ടമുള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലേ? ഈ സോളാർ സെറ്റായി. അഭിലാഷ് ചേട്ടാ സോളാർ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സംഭവങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. അഭിലാഷ് ചേട്ടൻ ആരാന്ന് അറിഞ്ഞിടാത്തവർക്ക് പറഞ്ഞുതരാം. ആംടെക് പവർ സൊല്യൂഷൻ്റെ മുതലാളി. അപ്പോൾ അഭിലാഷ് ചേട്ടനാണ് നമുക്ക് വേണ്ടി ഈ സോളാറിൻ്റെ ഫുൾ കിറ്റും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്. അപ്പോൾ അഭിലാഷ് ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ സംഭവം വർക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് അടിപൊളി, ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ബാക്കി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സോളാറിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ അഖിൽ ബ്രോയോട് ചോദിക്കാം. നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ആ ചെറിയ മുകളിലുണ്ട് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പടപടാന്ന് പറഞ്ഞാൽ ചാർജ് കയറുന്നുണ്ട്. നല്ല അടിപൊളി സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത് അഭിലാഷ് ചേട്ടൻ. ആംടെക് പവർ സൊല്യൂഷൻ തന്നിരിക്കുന്ന ബെഡാ സാധനം പടപടാന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജൊക്കെ കയറുന്നുണ്ട്. അപ്പം അഖിലെ ഇത് തിരക്കുവാണോ? അപ്പോൾ അഖിലിനെ വീട്ടിൽ നിന്ന് കോള് വന്ന് പോട്ടെന്ന് പറഞ്ഞ് ചായ കുടിക്കത്തില്ല, പാലും വെള്ളം കുടിക്കത്തില്ല, ഒന്നും കുടിക്കത്തില്ല. അപ്പോൾ എന്താണോ എന്തോ ഫോട്ടോഷൂട്ട് നടക്കാൻ പറ്റത്തില്ല. സ്ഥലം വിട്. അപ്പം വ്ളോഗ് നിർത്തുന്നതിന് മുമ്പേ നമുക്ക് 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ പലരും ചോദിക്കുന്നുണ്ട് സോളാർ വെക്കുന്നതിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മൾ സോളാർ വെക്കുന്നുണ്ട്, ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ. അപ്പം ഒരു വണ്ടിക്കകത്തൊരു സോളാർ വേണമെന്ന് ഒരാൾ വിളിക്കുക. അപ്പോൾ ഞാൻ എത്ര സോളാറാണ് വെക്കേണ്ട, അല്ലെങ്കിൽ എന്താ സോളാറാണ് വെക്കേണ്ട, എന്നൊന്നും ഒരു ഐഡിയ കാണത്തില്ല. ഇലക്ട്രിക്കലായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്കിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. അതായത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത് ഒരു സോളാർ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സോളാർ പാനൽ വെച്ചെന്ന് ചോദിച്ചോ. ഇപ്പം എനിക്കെന്നല്ല, ഇപ്പം ഒരു വണ്ടി ഉണ്ട്, എൻ്റെ കാറ്, അത് ഞാനൊരു മോട്ടോർ ഹോം ആക്കി, നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ മോട്ടോർ ഹോം ആക്കി. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സോളാർ വെക്കണം, ഒരു ബാറ്ററി വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ വെക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതെങ്ങനെ നമ്മളില്ല പവർ എത്രയാണെന്ന് നോക്കത്തില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു പ്രൈമറി കാൽക്കുലേഷൻ ചെയ്യും, പവർ എത്രയാണ്, നമുക്ക് എന്താ ആവശ്യമുണ്ട് വെച്ചാണ് നമ്മൾ പിന്നെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യം വെച്ചിട്ട് ഇൻവെർട്ടറും പാനലും ഡിസൈൻ ചെയ്യും. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇൻവെർട്ടർ ഉണ്ട്, അത് കണക്ക് തന്നെ പാനലുണ്ട്, സോളാർ പാനലുണ്ട്. പിന്നെ ഈ ഇൻവെർട്ടറിനകത്ത് തന്നെ നമുക്ക് സോളാറിന്റെ ചാർജ് കൺട്രോളും എല്ലാം ഒരുമിച്ച് വരുന്ന ഇൻവെർട്ടറാണ്. അത് നമുക്ക് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം സോളാറിൽ നിന്ന് വരുന്ന നമ്മുടെ ലൈറ്റിനനുസരിച്ച് സോളാറിൽ നിന്നുള്ള 12 വോൾട്ട് ആണോ? നമുക്ക് ഇത് 18 ഓപ്പൺ വോൾട്ടേജ് ഉണ്ട്. അത് 7 ആംപിയർ കറണ്ടോളം വരും. ഇതിപ്പോൾ 8 ആംപിയറോളം കറണ്ട് ഉണ്ട്. ഇപ്പം
ഒരു അരമണിക്കൂർ കിടക്കുന്നത്. അത് ഇപ്പം ഫുള്ളാവും ചാർജ് ബാറ്ററി. നമ്മളൊരു മിനിമം 2 മണിക്കൂർ നമ്മൾ ബാറ്ററി ഫുള്ളാവും. അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സംഭവം അടിപൊളി കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല, ഒരു ബാറ്ററിയും കൂടെ വെക്കേണ്ട വരുമെന്നാണ് തോന്നുന്നത്. കാര്യം അടിപൊളിയായിട്ട് ചാർജ് കയറുന്നുണ്ട്. നല്ല പാനലും ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ സോളാറിൽ നിന്ന് ചാർജ് ആവുന്നതേ കണ്ടോളൂ. ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു ബാറ്ററിക്കുള്ള ആവശ്യമുള്ളൂ നമുക്ക്. അല്ലാതെ നമ്മളിതിനകത്ത് വൺ സെറ്റപ്പുകളൊന്നും ചെയ്യുന്നില്ല. കാര്യം അഭിലാഷേട്ടനോട് 100 ആംപിയർ ഹവേഴ്സിൻ്റെ ബാറ്ററി തരാമെന്ന് ഒരു 1000 വട്ടം പറയും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് 60 മതി. കാര്യം എൻ്റെ യൂസ് അത്രയേ ഉള്ളൂ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അഭിലാഷേട്ടൻ പിന്നെ ചെറുതൊന്നും കളിക്കാത്തില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സാധനം എടുത്തോളൂ. അത് എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ചു, എനിക്ക് അത് മതിയോ, ഞാൻ 200 പാനലാണ്, 200 പാനല്ല വേണ്ട എന്നാണ്. അഭിലാഷേട്ടൻ എനിക്ക് വേണ്ട, എനിക്കൊരു 100 അല്ലെങ്കിൽ 110 വല്ലതും മതി. എന്നിട്ട് 125 അയച്ചു തന്നു. നമ്മുടെ ആംടെക് പവർ സൊല്യൂഷൻ്റെ കാര്യം ഇപ്പോൾ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഇപ്പോൾ സോളാറിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടുകളും കൂടെ നമ്മുടെ അഖിൽ ബ്രോ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട നമുക്ക് എന്തുമാത്രം കറണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം പവർ യൂസേജ് വരണം, അതനുസരിച്ചായിരിക്കണം നമ്മളെ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ഫാൻ 10 വാട്ട്, അതോടൊപ്പം തന്നെ ഫാന്, ലൈറ്റ്, ഇപ്പോൾ എല്ലാം കൂടെ എത്ര വാട്ടാന്ന് നോക്കണം. ടോട്ടൽ വാട്ടേജ് എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം അതിനനുസരിച്ചുള്ള ബാറ്ററി എടുക്കാൻ. അപ്പം ബാറ്ററി വരുന്ന ആംപിയർ ഹവേഴ്സിലാണ്. അപ്പോൾ ആംപിയർ ഹവേഴ്സ് അപ്പം ഡിവൈഡ് ബൈ 12 നമുക്ക് എത്രത്തോളം വാട്ട് വേണം, അത് ഡിവൈഡ് ബൈ 12 വരുമ്പോൾ അതിന് ആംപിയർ കിട്ടും. അപ്പോൾ അത് എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ബാറ്ററി നിശ്ചയിക്കുന്നത്, ആംപിയർ ഹവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. പാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സോളാറിൻ്റെ പാനലിൻ്റെ കാര്യം ഞാൻ ടോപ്പിൽ നിന്ന് കാണിക്കും. അപ്പോൾ അഖിൽ ബ്രോയ്ക്ക് അത്യാവശ്യമായിട്ട് പോകണം. അപ്പം അഖിൽ ബ്രോ യാത്ര അയച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് സോളാറിൻ്റെ ടോപ്പ് വ്യൂവും കണ്ടിട്ട് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ അഖിലെ കമോൺ, അഖിൽ ആനയായിക്കട്ടെ വരൂ. അപ്പോൾ ഓക്കെ, ബാറ്ററി എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ സോളാറിൻ്റെ ചാർജ് കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ സോളാറിന് തന്നെയുള്ള ഇൻവേർട്ടർ എടുക്കുന്നതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പാനൽ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര വാട്ടാണ് നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുക. 20%, ഏറ്റവും കുറഞ്ഞത് 20% എക്സ്ട്രാ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഒരു 100 വാട്ടാണ് വേണ്ടുന്നതെങ്കിൽ നമ്മളൊരു 165 എടുക്കുക. 20 അല്ല, അത് അധികം കൂടുതലുണ്ട്. ഒരു 165 എടുക്കുക. അപ്പോൾ എനിക്കൊരു 100 വാട്ടാണ് വേണ്ടത്. അപ്പോൾ 165 ഇട്ടാൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ബാറ്ററി എടുക്കുമ്പോൾ ബാറ്ററി കപ്പാസിറ്റിയും 50% എക്സ്ട്രാ ആയിരിക്കണമെന്നാണ് കറക്റ്റായിട്ടുള്ള ഒരു നിയമം. ഒരു 50% എക്സ്ട്രാ ആയിരിക്കണം. ബാറ്ററി ഒരു പകുതിയെ ഡ്രെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാവൂ എന്നൊരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ബാറ്ററിയെക്കുറിച്ച്. ബാറ്ററിയുടെ ലോങ് ലാസ്റ്റിന് വേണ്ടി ബാറ്ററിക്ക് ലോങ് ലാസ്റ്റ് കിട്ടണമെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അത് ബാറ്ററിയുടെ പകുതി ചാർജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ, ബാക്കി പകുതി എപ്പോഴും ഇതിനകത്ത് കിടക്കണം. ഫുള്ള് ഡ്രെയിൻ ചെയ്യാത്ത രീതിയിലായിരിക്കണം ബാറ്ററി ഉപയോഗിക്കേണ്ടത്. അതൊന്ന്. അപ്പോൾ ഇത് 3 മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോളാർ പാനൽ ഏതൊരു വണ്ടിക്കകത്തും ഫിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ടോപ്പ് വ്യൂവും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിച്ചേക്കാം അല്ലേ? വീടിൻ്റെ മേളിൽ കയറി ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിക്കാൻ വേറെ വഴിയില്ല, ഇതേ ഉള്ളു. ബാക്കി ഹൈറ്റും ഒക്കെ എന്തുമാത്രം ഹൈറ്റുണ്ടോ നമ്മുടെ പെപ്പയ്ക്ക്. അങ്ങനെ ഒരു കാറ്റൊന്നും വന്നാൽ അറിയത്തൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. നല്ല ഹൈറ്റുണ്ട് പെപ്പയ്ക്ക്. പാനലിരിക്കുന്നുണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ റൂഫിൽ എത്രമാത്രം സ്പേസ് ഉണ്ടോ കറക്റ്റ് അത് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സോളാർ പാനൽ വന്നത്. അത് പറഞ്ഞ് എഴുതിപ്പിച്ചതൊന്നുമല്ല, അതെനിക്കെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണെന്ന് ഞാൻ പറയാത്തൊരു കാര്യം. അങ്ങനെ തന്നെ കിട്ടിയത്. ആരാ പോണേന്നുണ്ടോ? സബിനിക്ക. അങ്ങ് വാ മക്കള് വാ കറങ്ങി നടക്കുക. എവിടെ പോണ്? വീടെടുക്കാൻ പോകണം. ആ വണ്ടിക്കകത്ത് കയറ്, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ പോവാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനായിട്ടുള്ള സമയമായി. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പെപ്പയെ കണ്ടല്ലോ, പെപ്പയിൽ സോളാർ വെച്ചു. പെപ്പ സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിച്ചേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആൻ്റണി സൈനിങ് ഓഫ്. ബൈ.